ആലപ്പുഴ രക്ഷാപ്രവർത്തനത്തിൽ അട്ടിമറി നടന്നത് ADGP ഓഫീസിലെന്ന് പ്രത്യേക അന്വേഷണ സംഘം. കേസ് എഴുതി തള്ളുന്ന റിപ്പോർട്ട് തയ്യാറാക്കിയത് ADGP ഓഫീസിൽ വെച്ചെന്നും SITയുടെ കണ്ടെത്തൽ. ADGP ഓഫീസിന്റെ പങ്ക് വ്യക്തമാക്കുന്ന റിപ്പോർട്ട് SIT കോടതിയിൽ സമർപ്പിച്ചു. ബിനിൽ വിവരങ്ങളുമായി ചേർന്നുണ്ട്. ബിനിൽ, എന്തൊക്കെയാണ് ഈ കണ്ടെത്തൽ? മോത്തി, വളരെ പ്രധാനപ്പെട്ട കണ്ടെത്തലാണ്. ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തനം അന്വേഷിച്ച SIT സംഘം ഇപ്പോൾ ആലപ്പുഴയിലെ സെഷൻസ് കോടതിയെ അറിയിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കേസ് എഴുതിത്തള്ളാനുള്ള ആ റിപ്പോർട്ട്, അതായത് ഈ കേസ് തന്നെ അട്ടിമറിച്ച ആ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് അന്നത്തെ ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ ഓഫീസിൽ വച്ചാണ് എന്നതാണ് ഇപ്പോൾ SIT കണ്ടെത്തിയിരിക്കുന്നത്. നേരത്തെ ഈ കേസ് അന്വേഷിച്ചിരുന്ന DYSPയും ADGP ഓഫീസിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരും ഇത് സംബന്ധിച്ച മൊഴി SITക്ക് നൽകിയിട്ടുണ്ട് എന്നതാണ് അവർ രേഖാമൂലം തന്നെ ഇപ്പോൾ സെഷൻസ് കോടതിയെ അറിയിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ആ അട്ടിമറി നടന്നത്, എങ്ങനെ ആ രേഖകളൊക്കെ മാറ്റി, ആ കാര്യങ്ങളൊക്കെ വിശദമായി അന്വേഷിച്ചു വരുന്നു എന്നതാണ് SIT സെഷൻസ് കോടതിയെ അറിയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ കോടതിക്ക് മുന്നിൽ ഉയർന്നു വന്ന മറ്റൊരു പ്രധാന വാദം എന്നത്, ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ദൃശ്യങ്ങൾ എടുത്തിരിക്കുന്നത് ഒരു സ്വകാര്യ ചാനലിലെ വീഡിയോഗ്രാഫറാണ്. അതേസമയം പോലീസിന്റെ വീഡിയോഗ്രാഫർ ഉണ്ടായിരുന്നു. ആ ദൃശ്യങ്ങൾ പരിഗണിച്ചിട്ടില്ല എന്ന വാദം പ്രതിഭാഗം മുന്നോട്ട് വെച്ചിരുന്നു. ഈ പോലീസ് ഫോട്ടോഗ്രാഫറെ SIT വിശദമായി മൊഴി രേഖപ്പെടുത്തിയിരുന്നു. പോലീസ് ഫോട്ടോഗ്രാഫർക്ക് ഈ സംഭവ സമയത്ത് അവിടെ എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് SITക്ക് വ്യക്തമായിരിക്കുന്നത്. അതായത് അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാഹന വ്യൂഹത്തിന് പിന്നിലായിട്ടായിരുന്നു പോലീസിന്റെ ഫോട്ടോഗ്രാഫർ വന്നിരുന്നത്. ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം, അതായത് ഈ മുഖ്യമന്ത്രിയുടെ ഗൺമാനും മറ്റു സുരക്ഷാ ജീവനക്കാരും പുറത്തിറങ്ങി ഇപ്പോഴത്തെ ആലപ്പുഴ MLA AD തോമസ് അടക്കമുള്ളവരെ മർദ്ദിക്കുന്ന, അടിക്കുന്ന ദൃശ്യങ്ങൾ, ആ സംഭവത്തിന് ശേഷമാണ് പോലീസിന്റെ ഫോട്ടോഗ്രാഫർക്ക് ആ സ്ഥലത്തേക്ക് എത്താൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ നേരത്തെ നമ്മളിപ്പോൾ മാധ്യമങ്ങളിലൊക്കെ വരുന്ന ആ ദൃശ്യങ്ങൾ പോലെയല്ല പോലീസ് ഫോട്ടോഗ്രാഫർ പകർത്തിയ ദൃശ്യങ്ങൾ. അവിടെ ആ സംഭവത്തിന് ശേഷമാണ് പോലീസ് ഫോട്ടോഗ്രാഫർ എത്തുന്നത് എന്നതാണ് ആ ഫോട്ടോഗ്രാഫർ അടക്കം SITക്ക് മൊഴി നൽകിയിരിക്കുന്ന അക്കാര്യവും SIT ഇപ്പോൾ സെഷൻസ് കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അതായത് ഈ റിപ്പോർട്ടോടുകൂടി ADGPയുടെ ഓഫീസിന്റെ പങ്ക് കൃത്യമായും ഈ കേസിൽ വെളിവായി വന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അന്നത്തെ ക്രമസമാധാന ചുമതലയുള്ള ADGP എന്നത് MR അജിത് കുമാറാണ്. അദ്ദേഹത്തിലേക്ക് ഈ അന്വേഷണം നീളുന്ന നിലയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. കാരണം മേലുദ്യോഗസ്ഥരുടെ സമ്മർദ്ദത്തിന്റെ ഭാഗമായി ഈ കേസ് അട്ടിമറിച്ചു എന്നതാണ് ഇതിലെ പരാതിക്കാർ, അതായത് വാദിഭാഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാദമായി അവർ ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി അന്നത്തെ ADGP MR അജിത് കുമാറിലേക്ക് ഈ അന്വേഷണം പോകേണ്ടി വരും. ഇപ്പോൾ പ്രതികളുടെ മുൻകൂർ ജാമ്യ ഹർജിയിൽ സെഷൻസ് കോടതിയിൽ വാദം പുരോഗമിക്കുകയാണ്. ആ വാദത്തിനിടയിൽ ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ സെഷൻസ് കോടതിയുടെ ഭാഗത്ത് നിന്ന് വരികയും ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഈ നരഹത്യാശ്രമ കുറ്റം ചുമത്തിയത് അത് നേരത്തെ ചെയ്തില്ല, അത് പിന്നീട് പ്രതികൾക്ക് ജാമ്യം കിട്ടുന്ന ഒരു അവസ്ഥ എത്തിയപ്പോൾ അത് ചെയ്തു തുടങ്ങിയ വിമർശനങ്ങളാണ് ഇപ്പോൾ സെഷൻസ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു വന്നിരിക്കുന്നത്.